മക്കളെ ചിഹ്നിച്ചു കളയാനല്ല, നേടാനാണ് കർത്താവ് വന്നത്. The Apostle Paul said, I become all things to all men that I might win some. അതുകൊണ്ടാണ് പൗലോസ് ഒരിക്കൽ പറഞ്ഞത്, സകല മനുഷ്യരെയും നേടേണ്ടതിന് എല്ലാവർക്കും വേണ്ടി ഞാൻ എല്ലാമായി തീരുകയാണ്. We must carry ourselves in such a way as not to offend those who we must win. നാം കർത്താവിന് വേണ്ടി നേടാൻ ആഗ്രഹിക്കുന്ന ഒറ്റ ജീവിതത്തിനും ഇടർച്ച വരുത്തി നമ്മിൽ നിന്ന് ഭിന്നിപ്പിച്ച് ദൂരെയാക്കാൻ നാം ശ്രമിക്കരുത്. Jesus wanted an opportunity to do ministry. അതെ, ശുശ്രൂഷ ചെയ്യാൻ ഒരു അവസരത്തിന് വേണ്ടി കർത്താവ് കാത്തു നിൽക്കുന്നു. And in order to have the opportunity to do ministry, he needed them not offended. അങ്ങനെ ശുശ്രൂഷയ്ക്ക് ഒരു അവസരം ഉണ്ടാകേണ്ടതിന് ആർക്കും ഇടർച്ച കൊടുക്കാതിരിക്കാൻ കർത്താവ് പ്രത്യേകം ശ്രദ്ധിക്കുകയാണ്. And so here is what Jesus says to Peter. ഇവിടെ പത്രോസിനോട് കർത്താവ് പറയുന്നത് ശ്രദ്ധിക്കൂ. They wanted to know, does your master support the temple? അതെ, അവർക്കറിയാൻ ആഗ്രഹമുള്ളത് ഈ ദേവാലയത്തിലെ കാര്യങ്ങൾ നടക്കേണ്ടതിന് വേണ്ടി അവിടുത്തെ ട്രിബ്യൂട്ട് മണി, ടാക്സ് കൊടുക്കാൻ നിങ്ങളുടെ ഗുരുവിന് ആഗ്രഹമുണ്ടോ? Does he pay the tribute money to the temple in support of the ministry? ദേവാലയത്തിന്റെ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി നിന്റെ ഗുരു കരം കൊടുക്കുന്നു. Now don't miss this. Don't miss this. തെറ്റിദ്ധരിക്കരുത്. Jesus is about to teach Peter and all of us. പത്രോസിനെ മാത്രമല്ല, നമ്മെ എല്ലാവരെയും ഒരു പ്രത്യേക ലെസൺ പഠിപ്പിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. The best way to support ministry ശുശ്രൂഷയെ സപ്പോർട്ട് ചെയ്യാൻ ഏറ്റവും നല്ല മാർഗം is to go fishing. മത്സ്യം പിടിക്കാൻ പോണം. I'll say it again. ഞാൻ വീണ്ടും പറയാം. If you truly want to support your church, നിങ്ങളുടെ സഭയെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? if you want to support the work of God, കർത്താവിന്റെ വേലയെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? if you want to see a move of God among yourselves, നിങ്ങളുടെ ഇടയിൽ ദൈവ പ്രവൃത്തി മുന്നേറുന്ന കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? you must go fishing. നിങ്ങൾ എല്ലാവരും മത്സ്യം പിടിക്കുന്നവരാകണം. There is nothing better to add to a church than to go fishing. ഹല്ലേലൂയ. സഭാ വളർച്ചയ്ക്ക് വേറെ മാർഗമൊന്നുമില്ല. മീനെ പിടിച്ചോണ്ട് വന്നേലേ സഭ വളരുകയുള്ളൂ. If your church lacks motivation, ഹല്ലേലൂയ, അതിനുള്ള ഉത്തേജനം നിങ്ങളുടെ സഭയ്ക്കില്ലെങ്കിൽ get them fishing. അവരെ മീൻ പിടിക്കാൻ പഠിപ്പിക്കുക. If your church needs better finances, അതെ, സാമ്പത്തികമായി സഭയ്ക്ക് ഉന്നമനം വേണമെങ്കിൽ ആത്മാക്കളെ നേടാൻ പഠിപ്പിക്കവരെ. you gotta go fishing. അതെ, മത്സ്യം പിടിക്കണം. If you want momentum in your ministry, നിങ്ങൾക്ക് ശുശ്രൂഷയിൽ ഒരു വലിയ ആവേശം വരണമെങ്കിൽ അതെ മീൻ പിടിക്കണം. the key is to start fishing. അതിനെല്ലാം താക്കോൽ മീൻ പിടിക്കാന്നുള്ള. Churches that don't fish die. Pardon? Churches that don't fish die. അതെ, മത്സ്യം പിടിക്കാത്ത സഭ ചത്ത സഭയാ. What is fishing? എന്താ ഫിഷിംഗ് എന്ന് പറയുന്നത്? Catching souls ആത്മാക്കളെ നേടുക. out of death മരണത്തിൽ നിന്ന് into life ജീവങ്കിലേക്ക് for the glory of God. ദൈവമഹത്വത്തിനായി. I'll say it again. What is fishing? എന്താണ് മത്സ്യബന്ധനം? Catching souls ആത്മാക്കളെ നേടുന്നു. out of death മരണത്തിൽ നിന്ന് into life ജീവങ്കിലേക്ക് for the glory of God. ദൈവമഹത്വത്തിനായി. Somebody give God praise and give him glory. ഹല്ലേലൂയ. This is what the Lord teaches us. ദൈവം ഇന്ന് പകൽക്കാലം നമ്മെ പഠിപ്പിക്കുന്നത്, that if you truly want to be a partaker of the vision, അതെ, ദൈവിക ദർശനത്തിന്റെ ഒരു പങ്കാളിയായി നിങ്ങൾ മാറാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, you say, what can I do? എന്ത് ചെയ്യണം, ഞാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ചോദിക്കുന്നെങ്കിൽ, I'm not a preacher, I'm not a pastor, what can I do? ഞാൻ പാസ്റ്റർ ആകണോ, ഞാൻ പ്രീച്ചറാ, ഞാൻ എന്തുവാ ചെയ്യണ്ടേ? I don't sing songs, I don't play instruments, what can I do? എനിക്ക് പാടാൻ അറിയത്തില്ല, കീബോർഡ് പ്ലേ ചെയ്യാൻ എനിക്കറിയത്തില്ല, പിന്നെ ഞാൻ എന്തുവാ സഭയെ ചെയ്യുന്നേ? Every one of us can go fishing. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മത്സ്യബന്ധനത്തിന് പോകാൻ പറ്റും, ആത്മാക്കളെ നേടാൻ പറ്റും. Every one of us can win somebody to the Lord Jesus Christ. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തി ജീവിതത്തിനും ഏറ്റവും കുറഞ്ഞത് മറ്റാരെങ്കിലും ഒരാളെ കർത്താവിന് വേണ്ടി നേടാൻ നിശ്ചയമായി കഴിയും. That is discipleship. അതാണ് ശിഷ്യത്വം. It is becoming a fisher of men. ഹല്ലേലൂയ. ആത്മാക്കളെ നേടുന്ന ഒരു വ്യക്തിയായി തീരുമ്പോഴാണ് നീ ശിഷ്യനാകുന്നത്. And so Jesus teaches Peter,
This is how you support the ministry. എങ്ങനെയാണ് നീ ശുശ്രൂഷയെ സഹായിക്കുന്നത്? ഈ വിധത്തിൽ. You don't support the ministry by just giving money. പണം കൊടുത്തുകൊണ്ട് ശുശ്രൂഷ സഹായിക്കാൻ പറ്റില്ല. The ministry needs more than just money. പണത്തെക്കാൾ കൂടുതലായി ചിലത് വേണം ശുശ്രൂഷയ്ക്ക്. The church needs soul winners. ആമേൻ. ആത്മാക്കളെ നേടുന്നവരെയാണ് സഭയ്ക്ക് വേണ്ടത്. Soul winners. ആത്മാക്കളെ നേടുന്നവർ. People that will tell other people about the saving grace of the Lord Jesus Christ. The church needs soul winners. ആമേൻ. ജീവിതങ്ങളെ രക്ഷിക്കുന്ന ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന സാക്ഷികളെയാണ് ദൈവസഭയ്ക്ക് ആവശ്യം. It is called evangelism. അത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സുവിശേഷീകരണം. D.L. Moody describes evangelism as one beggar telling another beggar where to find bread. D.L. മോഡിയുടെ ഭാഷയിൽ സുവിശേഷീകരണം എന്ന് പറയുന്നത് വിശന്ന് പൊരിഞ്ഞിരിക്കുന്ന ഒരു ഭിക്ഷക്കാരന്റെ അടുക്കൽ ചെന്ന് വേറെ ഒരു ഭിക്ഷക്കാരൻ പറയാ എവിടാണ് അവനും തിന്നാൻ കിട്ടുന്നത്. That's all evangelism is. It is me who have found the bread of life and sharing that bread with somebody else. ഹല്ലേലൂയ. വിശന്ന് പൊരിഞ്ഞ് നടന്ന് നമുക്ക് ജീവന്റെ അപ്പം കണ്ടെത്തി ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കാൻ കൃപ ലഭിച്ചെങ്കിൽ അതുപോലെ വിശന്നിരിക്കുന്ന ജീവിതങ്ങളുടെ അടുക്കൽ ചെന്ന് ജീവന്റെ അപ്പമായ ക്രിസ്തുവിനെ നേടാൻ അവൻ അനുഭവിക്കുകയാണ്. He caught me. അവൻ എന്നെ പിടിച്ചു. He caught me. അവൻ എന്നെ പിടിച്ചു. I've been caught by Christ. ഞാൻ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടു. And like the apostle Paul says, I am seeking to apprehend that which has apprehended me. ആമേൻ. അവൻ എന്നെ പിടിച്ചത് എന്തിനു വേണ്ടിയോ അത് നേടേണ്ടതിന്. അവൻ എന്നെ എന്തിനു വിളിച്ചോ അത് നേടേണ്ടതിന് ഞാൻ മുന്നോട്ട് പോകുന്നു എന്ന് പൗലോസ് പറഞ്ഞു. He caught me and now I spend my life on the bank of humanity seeking to catch another soul. ഹല്ലേലൂയ. പൗലോസ് പറയാണ് എന്നെ പിടിച്ചവന് വേണ്ടി മറ്റുള്ളവരെ നേടേണ്ടതിന് ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വച്ചിരിക്കുന്നു. Jesus says, if you really want to help the church, സഭയെ സഹായിപ്പാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, if you really want to support the ministry, ശുശ്രൂഷയെ സഹായിപ്പാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, you have to fish നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരാകണം. faithfully, വിശ്വസ്തയോടെ, intentionally, നിശ്ചയദാർഢ്യത്തോടെ share him. അതെ കർത്താവിനെ പങ്കുവെക്കണം. Faithfully, വിശ്വസ്തയോടെ, intentionally, നിശ്ചയദാർഢ്യത്തോടെ share him. അവനെ പങ്കുവെക്കണം. FISH fish. Faithfully, faithfully, intentionally, share him. That's what it is to fish. Fish എന്ന് പറഞ്ഞാൽ വിശ്വസ്തയോടെ നിശ്ചയദാർഢ്യത്തോടെ അവനെ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പങ്കുവെക്കുക. Fishing is not just handing somebody a track. ആർക്കെങ്കിലും ഒരു സുവിശേഷ ലഘുലേഖ കൊടുക്കുന്നത് കൊണ്ട് സുവിശേഷമാകില്ല. Fishing is more than just your testimony. അതെ നിങ്ങളുടെ സാക്ഷ്യം ഒന്ന് പറയുന്നത് കൊണ്ട് സുവിശേഷമാകില്ല. We are to faithfully every day of our lives intentionally look for opportunities to share